സുഹൃത്തുക്കളെ, അപ്പൊ നിങ്ങൾ ആദ്യം ഈ ഒരു വീഡിയോ കാണുക. നമസ്കാരം. മലപ്പുറം ഒരു തീവ്രവാദ ഹബ്ബായി മാറുന്നു എന്ന സംശയമാണ് ഇപ്പോൾ ഉള്ളത്. കാരണം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും NIAയുടെയും ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടെ മലപ്പുറം ഉണ്ട് എന്നതാണ് പ്രധാന കാരണം. അവിടുത്തെ ചില സംശയങ്ങൾ സൃഷ്ടിക്കുന്ന പ്രവർത്തനങ്ങളാണ് പല തവണകളായി മലപ്പുറത്ത് നടക്കുന്നത്. രാത്രി കാലങ്ങളിൽ പോലും പ്രദേശം മാറിയൊക്കെ എന്നത് മാത്രമല്ല, വലിയ രീതിയിൽ രാജ്യദ്രോഹ പ്രവർത്തനങ്ങളും മലപ്പുറത്ത് ഓരോ വ്യക്തികളുടെ അടുത്ത് നിന്നും മലപ്പുറത്ത് ഇൻഷുറൻസ് ലഭിക്കാൻ ഭാര്യയെയും അപ്പൊ നിങ്ങളിത് കണ്ടില്ലേ? എനിക്കിത് കൂടുതൽ കേൾപ്പിക്കാൻ പറ്റില്ല, പ്രശ്നം വരും നമ്മുടെ ഫേസ്ബുക്കിന്, അതുകൊണ്ട് മാത്രമാണ് കേൾപ്പിക്കാത്തത്. അപ്പൊ ഇതിൽ ഈ കർമ്മ ചാനൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മലപ്പുറത്തിനെ ചിത്രീകരിക്കുന്നു. അതിലൂടെ എന്ത് ചെയ്യുന്നു, കുറേ അറബ് രാജ്യങ്ങളിൽ, അതായത് ഈ പാകിസ്ഥാൻ അല്ലെങ്കിൽ മറ്റ് സിറിയ, അവിടുത്തെ നടക്കുന്ന തീവ്രവാദികളുടെ വേഷവും ഫോട്ടോയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് പിക്ചറിൽ കൊടുത്തിട്ട് മലപ്പുറത്തിൻ്റെ കാര്യം പറയുകയാണ്. എന്നിട്ട് ഒരു പ്രതിൻ്റെ കാര്യം പറയുകയാണ്. എങ്ങനെയുണ്ട്, മനസ്സിലായ? മലപ്പുറത്തിൻ്റെ വിഷയത്തിനെ കുറിച്ച് സംസാരിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ സിറിയനെ പോലെയും അതുപോലെ തന്നെ ഈ തീവ്രവാദ ഗ്രൂപ്പുകളുണ്ട്, അവരുടെ ഫോട്ടോ ആ വേഷങ്ങൾ എടുത്തിട്ട് പിക്ചറായിട്ട് വെച്ചിട്ട് മലപ്പുറത്തെ ഒരു വ്യക്തിയുടെ വിഷയങ്ങളെ കുറിച്ച് പറയുന്നു. അത് നോക്കുമ്പോൾ ഒരു സ്ത്രീയെ ആക്രമിച്ച കേസ് എന്തോ ഒക്കെയാണ്. പക്ഷേ ഇതിലൂടെ അവർ മലപ്പുറത്തെ മൊത്തം ആളുകളെയും തീവ്രവാദികൾ എന്ന രീതിയിൽ ചിത്രീകരിക്കുന്നു. അപ്പോൾ ഇത് കാണുന്ന സാധാരണപ്പെട്ട ഹൈന്ദവരായ ആൾക്കാർ, അല്ലെങ്കിൽ മറ്റുള്ള മലപ്പുറം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ മാത്രമല്ല, അതിൽ ഹൈന്ദവരായ ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ ഈ മലപ്പുറം എന്ന് പറയുമ്പോൾ തന്നെ ഇത് മുസ്ലിങ്ങളെ മാത്രമാണ് എന്നുള്ള ചിന്തിക്കുന്ന കുറേ പൊട്ടന്മാരുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഈ രീതിയിൽ മലപ്പുറത്തിനെ വളരെ ഒരു ഭീകരവാദികളുടെ ജില്ലയായിട്ട് ചിത്രീകരിക്കുന്ന രീതിയിൽ വാർത്ത വായിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ ഇപ്പോൾ ഇവർ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പ്രതിൻ്റെ ലൈസൻസ് ഇല്ലാതെ തോക്ക് കണ്ടെത്തി, എങ്ങനെയൊക്കെ ആ രീതിയിൽ അങ്ങനെയൊക്കെ കുറേ സംസാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതൊക്കെ അവർ പറയുന്നുണ്ട്, അതൊക്കെ സത്യമാണെന്ന് അറിയില്ല, വേറെ വാർത്തയിൽ വന്നൊന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് നോക്കി, ഇതൊക്കെ നോക്ക് നിങ്ങൾ. നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളാണ്. ഇതിനൊക്കെ എന്ത് ലൈസൻസ് ഉള്ളത്? ഇവരൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ അഴിഞ്ഞാടുന്നത്? എന്തുകൊണ്ടാണ് വളരെ ശക്തനായിട്ടുള്ള ഭരണാധികാരി ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ രാജ്യത്ത് എങ്ങനെ നടക്കുന്നത്? അപ്പോൾ ഇതുപോലെയൊക്കെ ഈ താടിയും തൊപ്പിയും വെച്ച ആൾക്കാരൊക്കെ ചെയ്യുകയാണെങ്കിൽ അവസ്ഥ ആലോചിച്ച് നോക്ക്. ഒന്നും ചെയ്യാതെ തന്നെ ഇവർ മാക്സിമം മലപ്പുറത്തിനെ പോലെയുള്ള ജില്ലകൾ എടുത്തു കൊണ്ടുവന്നിട്ട് ഇല്ലായ്മ ചെയ്യാൻ എന്തൊക്കെ കഥകൾ ഉണ്ടാക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്യുന്നത്. ഇവർ നിങ്ങൾക്കറിയാലോ, ഇവർ തന്നെ പല സ്ഥലത്തിലും ഇവർ ആരാധിക്കുന്ന സ്ഥലത്തിൽ തന്നെ ഇവർ മലങ്ങൾ വിട്ടെറിയുന്നുണ്ട്, അതേപോലെ തന്നെ മറ്റുള്ള ഇറച്ചികൾ എടുത്ത് വിട്ടെറിയുന്നുണ്ട്. എന്നിട്ട് ഇവരുടെ നമ്മുടെ മുസ്ലിങ്ങളുടെ പേരിൽ ഇടുന്നുണ്ട് അല്ലേ? പല സംഭവങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ പേരിൽ നോർത്ത് ഇന്ത്യയിലൊക്കെ വിവരമില്ലാത്ത സ്ഥലത്തിലൊക്കെ അക്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇതിലൂടെ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, വോട്ട് ബാങ്കിങ് ഉണ്ടാക്കണം പ്രിയ സുഹൃത്തുക്കളെ. അതായത് മാർക്സിസ്റ്റ് പാർട്ടി, കോൺഗ്രസ് അറിയാലോ, ഹൈന്ദവരായ ആൾക്കാരുണ്ട്. ഇവരെങ്ങനെയെങ്കിലും ഇതിന്റെ അകത്ത് നിന്ന് വലിക്കണം, അതാണ് ഇവരുടെ ലക്ഷ്യം. നിങ്ങൾക്കറിയാലോ, ഏറ്റവും കൂടുതൽ ഇവർ മാർക്സിസ്റ്റ് പാർട്ടിയെ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാരെ ഇവർക്ക് പെട്ടെന്ന് പിടിക്കാൻ പറ്റും. അതിലാരും അന്ധവിശ്വാസികളില്ല, എല്ലാം വിശ്വാസികളാണെന്നുള്ള ഒരു തോന്നൽ അവർക്കുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് അവരെ കവർ ചെയ്യാൻ പറ്റും, മനസ്സിലായി? പക്ഷേ ഈ മാർക്സിസ്റ്റ് പാർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നിഷ്പക്ഷമായിട്ടുള്ള ആൾക്കാരാണ്. അവർക്ക് അങ്ങനെ വലിയ വിശ്വാസങ്ങളൊന്നുമില്ല. കംപ്ലീറ്റ് പറയുന്നില്ല, ഒരു പരിധിയൊക്കെ അങ്ങനെ തന്നെയാണ്. ഏതിനും വിശ്വസിക്കാത്ത വ്യക്തികളൊക്കെ 100% അതിനകത്തുണ്ട്. അപ്പോൾ അതിൽ കയറി ആദ്യം, കാരണം അവരാണ് എല്ലാത്തിനും തടയിടുന്നത്. അതായത് കേരളത്തിൽ നല്ല സ്ട്രോങ്ങിൽ നിൽക്കുന്ന ഒരേ ഒരു ടീം എന്ന് പറഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടിയാണ്. മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിൻ്റെ അകത്ത് ഇല്ലാതായാൽ മാത്രമേ ഇവർക്ക് എന്ത് തോന്നിയവാസവും കേരളത്തിനകത്ത് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ആദ്യം വന്ന് നിൽക്കുന്ന SFI-കാർ, DFI-കാരൊക്കെ വന്നിട്ടാണ് ആദ്യം നിൽക്കുന്നത്, മുൻകൈയെടുത്ത് നിൽക്കുന്നത്. അപ്പോൾ ഈ മാർക്സിസ്റ്റ് പാർട്ടി എന്നുള്ളത് കേരളത്തിൻ്റെ ഉള്ളിൽ എങ്ങനെയെങ്കിലും ഇല്ലായ്മ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇവർ എന്ത് ചെയ്യുന്നറിയോ, വലിയ രീതിയിൽ ഒരു മാർക്കറ്റിംഗ് തന്നെ ചെയ്യുന്നുണ്ട്. അതായത് അന്തഗാമി എന്ന് വെച്ചിട്ട്, അതുപോലെ തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയിലുള്ള ഹൈന്ദവരായ ആൾക്കാരെയൊക്കെ വളരെയധികം അപമാനിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ കാണുന്ന ഒരു സാധാരണക്കാരായ ഒരു ഹൈന്ദവനായ മാർക്സിസ്റ്റ് പാർട്ടി നിൽക്കുന്ന ആൾക്ക് എന്താവും, വലിയ രീതിയിൽ ഒരു വിഷമം വരിക, അല്ലെങ്കിൽ മാറി ചിന്തിക്കാനൊക്കെ സാധ്യത. ഇന്നടക്കം നമുക്കറിയാലോ, ഈ പാർട്ടിയിൽ പോയിട്ട് 5-6 ആൾക്കാർ ചേർന്നു. എങ്ങനെയാണ് അവർ മാർക്കറ്റിംഗ് ചെയ്ത് പിടിക്കുന്നത്? ഇതുപോലെ കോൺഗ്രസ് മാർക്സിസ്റ്റ് പാർട്ടി ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇവരുടെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള അജണ്ടയോട് കൂടിയാണ് കേരളത്തിനകത്ത് വന്നിട്ട് പ്രവർത്തിക്കുന്നത്. അതിൽ റിസൾട്ടും കിട്ടുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് കുട്ടി ചാനലുകൾ, കുട്ടി ബ്ലോഗർമാരെ വെച്ചിട്ട് മാക്സിമം മുസ്ലിം വിരുദ്ധം മാത്രമല്ല, ഇവർക്ക് എന്താ പറയുക, മുസ്ലിം വിരുദ്ധം പറയാതെ ഇവർക്ക് വോട്ട് കിട്ടില്ല, ഇവർക്ക് പറ്റില്ല. ഇപ്പോൾ ഇന്ത്യയിൽ മുസ്ലിങ്ങൾ തന്നെ ഇല്ലെന്ന് വെച്ചില്ല, ഒരു വോട്ട് പോലും, ഒരു സീറ്റ് പോലും കിട്ടില്ല. കാരണം അത്രയധികം ദുരന്തമായിട്ടുള്ള ഭരണമാണ് അവർ എല്ലാ സ്ഥലത്തിലും കാഴ്ചവെച്ചിരിക്കുന്നത്. അഴിഞ്ഞാട്ടങ്ങളാണ്. പാവപ്പെട്ടവർ കുടിച്ചിട്ട് വരുമ്പോൾ അവരെ വരെ തല്ലുന്നത്. അത്രയ്ക്ക് മോശപ്പെട്ട രീതിയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്തും നാട്ടിലൊക്കെ. അപ്പോൾ ഇതിലൊക്കെ തടയിടണം. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലുള്ളത് ഒരേ ഒരു ടീം എന്ന് പറഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടിക്കാരാണ്. ഈ മാർക്സിസ്റ്റ് പാർട്ടിയിലുള്ള ഹൈന്ദവ ആൾക്കാരെ ഭരിക്കാൻ വേണ്ടിയിട്ട് ഇവർ പല അടവുകൾ ഇറക്കുന്നുണ്ട്. നമുക്കറിയാം, ഈ മാർക്സിസ്റ്റ് പാർട്ടിയിലുള്ള ഏറ്റവും താഴ്ന്ന ആൾക്കാർ ഒരുപാടുണ്ട്. ഇവർക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിക്കാർ ചെയ്തു കൊടുത്തിട്ടില്ല എന്നും പറയേണ്ട. ഏറ്റവും കൂടുതൽ കുടുംബശ്രീ വഴി കൂടെ തൊഴിൽ കൊടുത്തത്, ഏറ്റവും പാവപ്പെട്ടവർക്ക് ലൈഫ് പദ്ധതിയിലൂടെ ഒരുപാട് ആൾക്കാർക്ക് സ്ഥലം കൊടുത്ത് വീട് വെച്ച് കൊടുത്തത് എല്ലാവരും തന്നെയാണ്. ഇഷ്ടം പോലെ ഫ്രീ ലോണുകൾ തള്ളിയിട്ടും ഫ്രീ ലോൺ കൊടുത്തിട്ടും ആട് മാട് കോഴി എന്ന് വേണ്ട എല്ലാതും കൊടുത്തിട്ടും അവസാനം മാർക്സിസ്റ്റ് പാർട്ടിയെ കുറ്റം മാത്രമേ പറയുള്ളൂ, അല്ലാതെ വേറെ ഒന്നും പറയില്ല. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഇവരുടെ അജണ്ട വളരെയധികം ഇവിടുത്തെ ഹൈന്ദവ ആൾക്കാർ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ 100% നിങ്ങളിലേക്ക് മുസ്ലിം വിരുദ്ധം പറഞ്ഞ് ഇവർ വോട്ട് ബാങ്കാക്കി മാറ്റും, നിങ്ങളെ അവരുടെ പാർട്ടിയിലേക്ക് വലിക്കും. അതിൻ്റെ പല കരുക്കളും ഇട്ടുകൊണ്ടേയിരിക്കും. മെയിൻ കരു എന്ന് പറഞ്ഞാൽ മതമാണ്. മതത്തിനെ കൊണ്ടുവന്ന് നിങ്ങളുടെ മുന്നിലേക്ക് അത് പല രീതിക്കായിരിക്കും വരിക, മനസ്സിലായി? പിന്നെ ഇവിടുത്തെ മുസ്ലിങ്ങളോട് പ്രത്യേകിച്ച് പറയാനുള്ള പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങളുടെ മുന്നിലേക്ക് മുസ്ലിം വിഷയം എടുത്ത് കൊണ്ടുവന്ന് കിട്ടും. അതോടുകൂടി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചെയ്യും, തെറി വിളിക്കും. അതൊരു ഫേക്ക് ഐഡിയിൽ വന്നിട്ട് എന്ത് ചെയ്യും, നിങ്ങളെ പ്രതിരോധിക്കും. അപ്പം നിങ്ങൾ തിരിച്ച് പ്രതിരോധിക്കുന്ന എന്താവും,
ഒരു മതത്തെ കുറ്റം പറഞ്ഞിട്ടായിരിക്കും അവർ അതിനേക്ക് ചെയ്യുക. പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ വേറൊരാളത് കേൾക്കുമ്പോൾ അവരുടെ ആൾക്കാർ വേറൊരാൾ വന്ന് ഇടപെടും. അയാൾ ചിലപ്പോൾ ഇവരുടെ പാർട്ടിയിൽ യാതൊരു ബന്ധം ഉണ്ടാവില്ല, പക്ഷെ നിങ്ങൾക്കതറിയില്ല. നിങ്ങൾ അവരുടെ കമന്റിലേക്ക് അവർ അപമാനിക്കുമ്പോൾ അവരെന്ത് വിചാരിക്കുന്നതോ, ഓ ഇവന്മാരൊക്കെ ഇങ്ങനെ തന്നെയാണ് അല്ലേ, നമുക്കൊരു കാര്യം നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല, അവരെ സപ്പോർട്ട് ചെയ്യാനാണ് നല്ലത് പറഞ്ഞിട്ട് ഈ കമന്റ് നിഷ്പക്ഷമായി നിന്ന് അടിച്ചവൻ അവരുടെയിലേക്ക് മാറും. അടുത്ത കമന്റ് അടിക്കുമ്പോൾ അവരോടൊപ്പം ചേർന്ന് നിന്ന് അടിക്കും. അപ്പോൾ ശ്രദ്ധിക്കുക, അവർ പാർട്ടി വളർത്താൻ എന്തും ചെയ്യും. വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ പ്രിയ സുഹൃത്തുക്കളെ വലിയ വില കൊടുക്കേണ്ടി വരും. ഇവരെന്തുകൊണ്ടാണ് ഈ മലപ്പുറത്തിനെ ടാർഗറ്റ് ചെയ്യുന്നത് ആലോചിച്ച് നോക്ക്. മലപ്പുറത്ത് അതിന് മാത്രം എന്താണ് ഇവിടെ പ്രശ്നമുള്ളത്? അവർ എപ്പോഴും ഇപ്പോൾ പല ജില്ലകളിലും പല സംഭവങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ജില്ലയിൽ എവിടെയെങ്കിലും ഒരു സംഭവം നടന്നാൽ മലപ്പുറം വലുതായിട്ട് എഴുതിക്കാട്ട് അതുപോലെ വലിയ രീതിയിൽ വന്ന് വാർത്തകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇപ്പോൾ കൊല്ലം ജില്ലയെടുത്തോ തിരുവനന്തപുരം എടുത്തോ പാലക്കാട് എടുത്തോ ഒക്കെ എടുത്തോ അവിടുത്തെ നടന്ന സ്ഥലത്തിന്റെ ഭാഗം ഉണ്ടെങ്കിൽ ആ ഭാഗത്തെ പറയുള്ളൂ, എന്നിട്ട് വെറുതെ ഒന്നിങ്ങനെ പറഞ്ഞു പോകും ആ ജില്ലേന്റെ പേര്. പക്ഷേ ഇതല്ല, മലപ്പുറത്ത് അത് മലപ്പുറത്ത് എവിടെ നടന്നാലും ശരി, ഇത് ഇവർക്ക് കൃത്യമായിട്ട് അറിയാം ഇതിലൂടെ വോട്ട് ബാങ്ക് എങ്ങനെ ആക്കണം എന്ന്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഇവർക്ക് മുസ്ലിം വിരുദ്ധം പറയാതെ ഒരു വോട്ട് പിടിക്കാൻ പറ്റുമോ എങ്കിൽ കമന്റിൽ പറയുക.